KSRTC ബസ്സിൽ മദ്യപന്മാരെ ഇനി കേറ്റില്ല. മദ്യപിച്ചെത്തുന്നവരെ ബസ്സിൽ നിന്ന് പുറത്താക്കണമെന്ന് കണ്ടക്ടർമാർക്ക് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകി. അതെങ്ങനെ തിരിച്ചറിയും? ഓടുന്ന ട്രെയിനിൽ നിന്ന് യുവതിയെ ചവിട്ടി തള്ളിയിട്ട പശ്ചാത്തലത്തിലാണ് നിലവിൽ ഇപ്പോൾ പൊതുഗതാഗത സംവിധാനമായ KSRTCയിൽ സ്ത്രീകളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് ഗതാഗത മന്ത്രിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ KSRTC ബസ്സിനുള്ളിൽ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായി നമ്മളത് റിപ്പോർട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു സീരിയസ് ഇഷ്യൂ ആണ് എന്നുള്ളത് കണക്കിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ മദ്യപാനികൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അവർ മുഖേന മറ്റു പാസഞ്ചേഴ്സിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഇനി മുതൽ KSRTC ബസ്സിനുള്ളിലേക്ക് മദ്യപന്മാരെ കയറ്റരുത് എന്നൊരു നിർദ്ദേശം ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്. കണ്ടക്ടർമാർക്കാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ മദ്യപിച്ച് ബസ്സിനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുന്ന യാത്രക്കാരെ തുടക്കത്തിൽ തന്നെ തടയണം. അവരെ ബസ്സിനുള്ളിലേക്കോ അല്ലെങ്കിൽ സീറ്റിലേക്കോ ഇരിക്കാൻ സമ്മതിക്കരുത്. മാത്രമല്ല ആദ്യഘട്ടത്തിൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലാകണമെന്നില്ല. ഈ പറയുന്നയാൾ അല്ലെങ്കിൽ ഈ യാത്രക്കാരൻ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കില്ല. പക്ഷേ സ്ത്രീകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ മണമാകാം, അല്ലെങ്കിൽ അവരോടുള്ള മോശം പെരുമാറ്റമാകും, ടച്ചിങ് ആകാം, അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കണ്ടക്ടർമാരോട് ഏതെങ്കിലും ഒരു വനിതാ യാത്രക്കാർ പറയുകയാണെങ്കിൽ ഉടൻ തന്നെ ബസ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ഇറക്കി അവിടെ ഈ പ്രശ്നക്കാരനായ ഇയാളെ യാത്രക്കാരനെ ഇറക്കിവിട്ട ശേഷം മാത്രമേ ഈ ട്രിപ്പ് തുടരാവൂ എന്നൊരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി നൽകിയിട്ടുള്ളത്.